നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് പുതിയൊരധ്യായത്തിലേക്ക് കടക്കാം. ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ യൂണിറ്റിന്റെ നോട്ടുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും വായിക്കണം. കാരണം പരീക്ഷയ്ക്ക് വേണ്ട പോയിന്റുകൾ എളുപ്പത്തിൽ പഠിക്കാനും ഓർത്തിരിക്കാനും അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും പാഠപുസ്തകത്തിലെ ഈ അധ്യായം ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. ഞാനിവിടെ ഈ പാഠഭാഗത്തിന്റെ ഒരു പൂർണ്ണമായ ചിത്രം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ശരി, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1 മാർക്കിന്റെ ചോദ്യങ്ങളും 5 മാർക്കിന്റെ ഉപന്യാസവും ഇതിൽ നിന്ന് സ്ഥിരമായി വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യവും ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ആദ്യത്തെ ഭാഗം 1 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ കാണുന്ന ഓരോ പോയിന്റും ഓരോ ചോദ്യമാണ്. അതുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. ആരാണ് ഈ യാത്രാവിവരണം എഴുതിയത്? കെ. എ. ബീന. ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ അധ്യായം എടുത്തിട്ടുള്ളത്? നദി തിന്നുന്ന ദ്വീപ്. ഓർത്തുവയ്ക്ക, ഇതൊരു യാത്രാവിവരണമാണ്. നമ്മുടെ പാഠത്തിന്റെ പേര് ചീവീടുകൾ ചിലയ്ക്കാൻ മറക്കുമ്പോൾ. സ്ത്രീകളുടെ യാത്രാവിവരണങ്ങൾ എത്രത്തോളം പ്രകൃതിയുമായി ഇഴകിച്ചേർന്നതാണ് എന്നതിന് ഒരു മികച്ച ഉദാഹരണമാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 1 മാർക്കിന് വേണ്ടി ഓർത്തുവയ്ക്കാം. ഇനി നമുക്ക് 5 മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരമെഴുതാൻ ആവശ്യമായ പശ്ചാത്തലത്തിലേക്ക് കടക്കാം. ഈ ചരിത്രം അറിയാതെ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു ഉത്തരം എഴുതാൻ കഴിയില്ല. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ലേഖിക ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ കേരളം മറക്കാൻ പാടില്ലാത്ത 2 വലിയ പാരിസ്ഥിതിക വിഷയങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അതിലൊന്ന് കാസർഗോഡ് നമ്മൾ കണ്ട എൻഡോസൾഫാൻ ദുരന്തമാണ്. മറ്റൊന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പരിസ്ഥിതി സമരമായ സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭം. എന്തായിരുന്നു ആ പ്രക്ഷോഭത്തിന് കാരണം? കുന്തിപ്പുഴ എന്ന നദിക്ക് കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ആ അണക്കെട്ട് വന്നിരുന്നെങ്കിൽ അമൂല്യമായ ആ നിത്യഹരിത വനങ്ങൾ എന്നേക്കുമായി വെള്ളത്തിനടിയിലായേനെ. അതിനെതിരെയുള്ള വലിയൊരു പോരാട്ടമായിരുന്നു അത്. അപ്പോ എങ്ങനെയാണ് ആ കാട് രക്ഷപ്പെട്ടത്? അത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കവയിത്രിയായ സുഗതകുമാരി ടീച്ചറെ പോലുള്ള ഒരുപാട് പ്രകൃതിസ്നേഹികളുടെ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമായാണ് സൈലന്റ് വാലി ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഉത്തരത്തിൽ സുഗതകുമാരി ടീച്ചറുടെ പേര് പരാമർശിക്കുന്നത് നിങ്ങളുടെ ഉത്തരത്തിന് കൂടുതൽ ആഴവും ഗൗരവവും നൽകും. ശരി, ആ ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ലേഖികയോടൊപ്പം ആ വനത്തിന്റെ ഹൃദയത്തിലേക്കൊരു യാത്ര പോകാം. അവരുടെ വാക്കുകളിലൂടെ സൈലന്റ് വാലി എന്താണെന്ന് നമുക്ക് നേരിട്ട് അനുഭവിക്കാം. ഇതാ വരുന്നു പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു 2 മാർക്ക് ചോദ്യം. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം? ഇതിന്റെ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക, ഇതിന് 2 കാരണങ്ങളുണ്ട്. പൂർണ്ണമായ മാർക്ക് കിട്ടാൻ ഈ 2 കാരണങ്ങളും എഴുതണം. ഒന്നാമത്തേത് പുരാണവുമായി ബന്ധപ്പെട്ടതാണ്. മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ ഒരു പേരായിരുന്നു സൈരന്ധ്രി. ആ പേരിൽ നിന്നാണ് സൈരന്ധ്രിവനം എന്ന പേര് വന്നത്. രണ്ടാമത്തെ കാരണം ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടതാണ്. അവർ ഈ കാട്ടിലെത്തിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. സാധാരണ കാടുകളിൽ കേൾക്കുന്ന ചീവീടുകളുടെ നിർത്താതെയുള്ള ശബ്ദം ഇവിടെയില്ല. ആ ഒരു നിശബ്ദതയിൽ നിന്നാണ് അവരിതിന് സൈലന്റ് വാലി എന്ന് പേരിട്ടത്. സൈലന്റ് വാലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇത് ഇത്രയും അമൂല്യമാകുന്നത്? നമുക്ക് നോക്കാം. ഈ പേരുകളൊക്കെ നിങ്ങളുടെ ഉത്തരത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. സൈലന്റ് വാലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയെല്ലാം മനസ്സിലേക്ക് വരേണ്ട ഒരു ജീവിയുണ്ട്. അതാണ് സിംഹവാലൻ കുരങ്ങ്. കാരണം വംശനാശഭീഷണി നേരിടുന്ന ഈ അപൂർവ ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസവ്യവസ്ഥയാണ് ഈ വനം. ഇനി മറ്റു ചില അടിസ്ഥാന വിവരങ്ങൾ കൂടി നോക്കാം. സൈലന്റ് വാലി എങ്ങനെയുള്ള വനമാണ്? അതൊരു നിത്യഹരിത വനമാണ്. അവിടുത്തെ ജീവനാഡി ഏത് നദിയാണ്? കുന്തിപ്പുഴ. ഈ പുഴയും കാടും ചേർന്നാണ് അവിടെ എണ്ണിയാൽ തീരാത്തത്ര മൃഗങ്ങൾക്കും ഔഷധസസ്യങ്ങൾക്കും അഭയം നൽകുന്നത്. ഇവിടെ ലേഖിക നടത്തുന്ന അതിമനോഹരമായ ഒരു ഉപമയുണ്ട്. ഇത് 1 മാർക്കിന്റെ ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. കുന്തിപ്പുഴയെ എന്തിനോടാണ് ഉപമിക്കുന്നത്? ദ്രൗപദിയുടെ അക്ഷയപാത്രത്തോട്. അതായത് ഒരിക്കലും വറ്റാത്ത, എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ഒരു പാത്രം. ആ വനത്തിലെ സകല ജീവജാലങ്ങളുടെയും ദാഹം തീർക്കുകയും അവർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നതുകൊണ്ടാണ് കുന്തിപ്പുഴയെ അക്ഷയപാത്രത്തോട് ഉപമിച്ചിരിക്കുന്നത്. ഇതുവരെ നമ്മൾ വസ്തുതകളാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഈ യാത്രയുടെ ആത്മാവിലേക്ക് കടക്കാം.
സൈലന്റ് വാലി കണ്ടപ്പോൾ ലേഖികയുടെ മനസ്സിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ ചിന്തകൾ എന്തെല്ലാമായിരുന്നു? ആ വനസൗന്ദര്യത്തിൽ മുഴുകി അതിന്റെ ഭാഗമായി മാറിയ ലേഖികയുടെ മനസ്സിൽ നിന്ന് അറിയാതെ വന്ന ഒരു വാക്കാണ് ഞാനിനി തിരിച്ചു പോകുന്നില്ല. ആ പ്രകൃതിയിൽ അലിഞ്ഞു ചേരാനുള്ളൊരു തീവ്രമായ ആഗ്രഹം, അത്രയ്ക്ക് ആഴത്തിലുള്ളൊരനുഭവമായിരുന്നു അത്. ആ യാത്രയുടെ അവസാനം ലേഖിക ഒരു തിരിച്ചറിവിലെത്തുകയാണ്. താൻ കണ്ടത് വെറുമൊരു കാടിനെയല്ല, മറിച്ച് ദൈവത്തെ തന്നെയാണ്. അത്രയും പരിശുദ്ധവും ജീവസ്വറ്റതുമായ ഒരു മഹാശക്തിയായി അവർ ആ വനത്തെ കാണുന്നു. അപ്പോ ഈ അധ്യായം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ഇതാണത്. ഈ പ്രകൃതി നമ്മുടേതു മാത്രമല്ല, ഇത് വരും തലമുറയുടെ പൈതൃകമാണ്. അവർക്ക് വേണ്ടി ഇത് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതാണ് ഈ പാഠത്തിന്റെ കാതൽ. ശരി, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു മിന്നൽ റിവിഷൻ. ഞാൻ ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം. റെഡിയല്ലേ? എഴുത്തുകാരിയുടെ പേര് K.A. ബീന. പുസ്തകത്തിന്റെ പേരെന്താണ്? നദി തിന്നുന്ന ദ്വീപ്. അവിടുത്തെ നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രി വനം. ഏറ്റവും പ്രധാനപ്പെട്ട മൃഗം സിംഹവാലൻ കുരങ്ങ്. അവസാനമായി ലേഖിക വനത്തെ എന്തിനോടാണ് ഉപമിച്ചത്? ദൈവത്തോട്. കൊള്ളാം. അപ്പോ ഈ പാഠഭാഗം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കഥ, ചരിത്രം, സന്ദേശം എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ യഥാർത്ഥ പഠനം തുടങ്ങുന്നത് ഇപ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അടുത്ത തലമുറയ്ക്കു വേണ്ടി ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഞാൻ എന്തു ചെയ്യും? ആ ചിന്ത മനസ്സിൽ വെച്ച് പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുക. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. നന്നായി എഴുതുക.